അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, ഞമ്മക്കിപ്പോൾ കുറച്ച് സുഖമുണ്ട് കേട്ടോ. അപ്പം ആർക്കും പനിയൊന്നുമില്ലല്ലോ. എല്ലായിടത്തും ഇപ്പോൾ ഇടയ്ക്ക് പനിയാണ് ഞങ്ങളെ. പനിയാണ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ്. പനിയൊക്കെ ഉണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറയും നമ്മളോട് ഡോക്ടർമാർ. എവിടെ റെസ്റ്റ് എടുക്കാനാണ് ഞങ്ങളെ? നമ്മൾ വീട്ടമ്മമാർക്ക് ഏത് പനിച്ചാലും നമുക്ക് റെസ്റ്റൊന്നുമില്ല. ഒന്ന് തല പൊന്തിയോ ഇന്നാ പിന്നെ നമ്മൾ അടുക്കളയ്ക്ക് നീച്ച് പോരും. കടന്നാൽ അടുത്ത് അഞ്ചൂരല്ലേ നമുക്കാർക്കും. കാരണം പുതിയ പിള്ളേരെ പറഞ്ഞേക്കണം, മക്കളെ പറഞ്ഞേക്കണം, സ്കൂൾക്ക് പറഞ്ഞേക്കണം, മദ്രസക്ക് പറഞ്ഞേക്കണം, അവർക്ക് ചോറ് വേണം, കൂട്ടാൻ വേണം, ചായ വേണം, ഒക്കെ വേണം. അപ്പോൾ നമ്മളൊന്ന് തല പൊന്തി കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയ്ക്ക് പായും. എത്ര വെച്ചെങ്കിലും നമുക്ക് ആ കടത്തത്തിൽ ഒരു നിർപ്പിട്ടൂല അല്ലേ. ഏതായാലും നമ്മളിന്ന് ചെറുതായിട്ടൊരു തലവേദനയുണ്ട്, അതേമാതിരി കുരയുണ്ട് കേട്ടോ. കുറവായിക്കോളും, മരുന്ന് കുടിച്ചിട്ടുണ്ട്. പിന്നെ ചായക്ക് വെള്ളം വെച്ചിട്ട് പിന്നെ ഞാൻ അവിടെ ഒന്ന് പോയി കടന്നിനി കേട്ടോ, തലവേദനയായിട്ട്. പിന്നെ വന്നപ്പോൾ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ ചായപ്പൊടിയും പഞ്ചാരയൊക്കെ ഇട്ട് കൊടുത്തിക്കണ്. അപ്പോൾ ഒന്ന് കടി ഉണ്ടാക്കാനൊന്നും വെച്ചേനി കേട്ടോ. തലവേദനയായിട്ട് അടുപ്പത്ത് ഇങ്ങനെ നിൽക്കണ്ടേ, പോക്കിയും തട്ടിയിട്ട്. ഇപ്പോൾ ഗ്യാസുമ്മ ഉണ്ടാക്കണേലും കുറേ നേരം നിൽക്കണ്ടേ. അപ്പോൾ പിന്നെ എന്താ ഞാനിപ്പോൾ ഒന്ന് കടി ഉണ്ടാക്കാനാവില്ല എഴുതി മക്കൾക്ക് പൊറോട്ട കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ പാട്ടിയിൽ. പിന്നെ മക്കൾക്ക് കുടിച്ചാനും വേണ്ടി ഒരു പാത്രത്തിൽ ചൂടാറാനും വേണ്ടി എടുത്ത് വെച്ചിരിക്കണം. പിന്നെ ചങ്കൊക്കെ ഒരു ജാതി കാറല്ലോ എന്തൊക്കെയോ ഒരു പൊറുതിയോട് കേട്ടോ. ഇങ്ങനെ കുരച്ചിട്ട് അന്ത്യായാലും കിടക്കാൻ വെച്ച് അങ്ങനെ കുരക്കന്നെ കുറേ വെള്ളം കുടിച്ചും ഇതാക്കിയിട്ടൊക്കെ അങ്ങോട്ട് എന്താ പിന്നെ നേരം പോലത്തപ്പോൾ കൊല്ലിക്കൊക്കെ വല്ലാത്തൊരു കാറൽ. അപ്പോൾ ഏതായാലും ഒരു ഗ്ലാസ് ചായ കുടിച്ചാണ്ടല്ലോ നല്ലൊരു സുഖമാണ് കേട്ടോ കൊല്ലിക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് ചൂടാറ്റി കുടിച്ച് മക്കൾക്കില്ലാതെ അവിടെ പാർന്നും വെച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ സനുവിനെ വിളിച്ചുണർത്തിയിട്ട് വേണം പൊറോട്ട കൊണ്ടുവച്ചാൻ. അപ്പോൾ ചായയിൽ കുറച്ച് മധുരം കുറവുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ കുടിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ അടുത്ത പാട്ടിയിലും പിന്നെ മക്കൾക്ക് പാർന്നച്ചിയിലും പിന്നെ ഈ ചായപാത്രത്തിലും ഒക്കെ പഞ്ചാര ഇട്ടിക്കണം കേട്ടോ. പഞ്ചാര ഈ ചായപാത്രത്തിലിട്ട പിന്നെ ഞാൻ ഇളക്കണമൊന്നുമില്ല, മറ്റേ പിന്നെ ഒന്ന് ഇളക്കിയെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഗുളിക കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ് കേട്ടോ തലവേദനക്കൊക്കെ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇനിയിപ്പോൾ ആ ഗുളിക കുടിച്ചണ്ട. പള്ളിയിലൊന്നും ഇല്ലാതെ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചാതെ ഗുളികയൊന്നും കുടിച്ചാൻ പറ്റില്ലല്ലോ. ഭക്ഷണമൊന്നും കഴിച്ചാതെ ഗുളിക കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ പറ്റ താളം തെറ്റല്ലേ ഈ കാരം. അപ്പോൾ പിന്നെ അതിന് നിൽക്കണ്ട. അപ്പോൾ പിന്നെ ഗുളികയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ച് കുറവാകുമ്പോൾ നമുക്ക് എല്ലാ പണിയൊക്കെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ ഏതായാലും രാവിലെ ഏതായാലും ചായയും കടി ഉണ്ടാക്കാൻ വെച്ചിട്ടന്നെയാളെ, അതാണ് ചുരുക്കം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ സനുവിനെ നീപ്പിച്ച് പൊറോട്ട കൊണ്ടുവച്ചാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓനെ ഞാൻ പറഞ്ഞയച്ചു. ഓൻ പൊറോട്ടയൊക്കെ വാങ്ങിക്കൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണ് നല്ല ചൂടുള്ള പൊറോട്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തിന്നാനൊക്കെ പൂതിയുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ പൊറോട്ട കൊടുന്നാൽ രണ്ടെണ്ണം എന്തായാലും തിന്നലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ രണ്ടെണ്ണം തിന്നാൻ പോകും തോന്നുന്നില്ല. ഒന്നെന്നെ തിന്നാമെങ്കിൽ തിന്നു. അപ്പോൾ അങ്ങനെ ഇതൊക്കെ തന്നെ. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റോളിൽ ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊറോട്ട. അപ്പോൾ പിന്നെ ഇനി അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പൊറോട്ട കൊണ്ടുവച്ചത്. എന്നൊന്നും കൊണ്ടുവരിച്ചില്ല, എപ്പോഴെങ്കിലും പൂതി ആകുമ്പോൾ മാത്രമേ കൊണ്ടുവരിച്ചുള്ളൂ കേട്ടോ. എന്നൊന്നും പൊറോട്ട തിന്നുന്നതും അത്ര നല്ലതൊന്നുമല്ല. പിന്നെ ഞാൻ മക്കൾക്ക് ചാറൊക്കെ പാർന്ന് കൊടുത്തേക്കണം കേട്ടോ. അപ്പം പൊറാട്ടയാണെന്ന് അറിഞ്ഞപ്പോൾ നിന്നോട്ട് രാവിലെ തന്നെ ചോദിച്ചു എന്തമ്മ കടിയെന്നാണ് ചോദിച്ചല്ലോ, കടക്കപ്പായിന്ന് തന്നെ. പൊറാട്ടയാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. നീച്ചലും പല്ലേക്കലും മുറുകൈകലും എത്ര എളുപ്പമുണ്ടാണെന്ന് അറിയാം കഴിഞ്ഞത്. പിന്നെ മോൾക്ക് മക്കൾക്കില്ല മദ്രസക്കില്ല ടൈം ടേബിളൊക്കെ നോക്കി വെച്ചു. ഇനി സ്കൂൾക്ക് ടൈം ടേബിൾ നോക്കണം, അതൊക്കെ ഇതിൻ്റെ അടി കഴിച്ചണം കേട്ടോ. അങ്ങനെ ഞാൻ സ്കൂൾക്കും മദ്രസക്കും ഇല്ല ടൈം ടേബിളൊക്കെ നോക്കി മക്കളെയൊക്കെ മദ്രസക്ക് പറഞ്ഞയച്ചു. പിന്നെ ഓരോട് പറഞ്ഞയച്ചാൽ പിന്നെ നമുക്കൊരു പാത്ത് കടന്നാൽ മതിയല്ലോ. പിന്നെ അങ്ങനെ കാട്ടിട്ടോ. അതിൽ പിന്നെ ഞാൻ ഗുളിക കുടിച്ചണല്ലോ. അപ്പോൾ ഞാനൊരു പൊറോട്ട എടുത്തുക്കണം കേട്ടോ. പക്ഷേ എങ്കിൽ ഈ പൊറോട്ട ഒക്കെ ഒന്നും ഞാൻ തിന്നിട്ടില്ല, ഒരു പൊട്ടേ തിന്നിട്ടുള്ളൂ. തിന്നാൻ കഴിച്ചണില്ല കേട്ടോ. ചാറൊന്നും വേണ്ട, ചാറ് കൂട്ടാനോ ഒന്നിനും പോതില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തടി കൊണ്ട് വെച്ചെങ്കിൽ അങ്ങനെയാണല്ലോ, ഒരു സാധനം തിന്നാലും പോകില്ല, ഒന്നിൻ്റെ മൂത്തക്കും നോക്കാൻ തന്നെ കഴിച്ചില്ല. ചോറോ ചാറോ ഒന്നും വേണ്ടിയില്ല, ഒരു മീനോ ഇറച്ചിയോ ഒന്നും ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പൊറോട്ടയ്ക്ക് നമ്മൾ രണ്ടെണ്ണം കിട്ടിയാലൊക്കെ തിന്നലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒന്നെന്നെ നമുക്ക് വേണ്ട കേട്ടോ. അതിൻ്റെ ഒരു പകുതി മാത്രമേ തിന്നിട്ടുള്ളൂ. പിന്നെ ഗുളിക കുടിച്ചാണ് കേട്ടോ. ഞാൻ ഗുളിക കുടിച്ചാലും ഒരു സമാധാനമാകും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ 2 ഗുളിക ഉണ്ട് കേട്ടോ. അത് രണ്ടും ഞാൻ കുടിച്ചിട്ടുണ്ട്. പിന്നെ കുരക്കില്ല മരുന്നും ഉണ്ട്.
അപ്പം അങ്ങനെ അതൊക്കെ കുടിച്ചു. ഒരു ഭാഗത്ത് കുറച്ച് നേരം കൂടി പോയി കടന്നിക്കണം കേട്ടോ, മദ്രസ് വിട്ട് വരണ്ടേ ഇനി. അപ്പോൾ അങ്ങനെ ഞാൻ മരുന്ന് കുടിച്ചിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കൾക്കെല്ലാം എടുത്ത് വെച്ചു. ഇനി അതൊക്കെ മരുന്നൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ മോറാണ്ട്, പാത്രങ്ങളൊക്കെ ഞാനവിടെ വെച്ചിക്കണം കേട്ടോ. ഇനി കുറച്ച് കജ്ജട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് മോറിനുള്ളൂ കേട്ടോ. ഗുളിക കുടിച്ച് കഴിഞ്ഞ് കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ തലവേദനയും പനിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറവാകും. പിന്നെ ഞാൻ കുറച്ച് നേരം കടന്ന് തലവേദനയൊക്കെ കുറച്ച് കുറവായപ്പോൾ ഞാൻ വന്ന് കണ്ട് പാത്രമൊക്കെ ഒന്ന് മോറി വെച്ചിട്ടോ. പിന്നെ അപ്പോൾ അതവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ വല്ലാത്തൊരു പൊറുതിയേടും ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കിടക്കണ കിടത്തത്തിൽ യാതൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോഴൊന്നും അപ്പോൾ പിന്നെ വിചാരിച്ചും ഒക്കെ എടുത്ത് വെച്ചിക്കാണ്ട് പിന്നെ കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാഗത്ത് കിടക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണല്ലേ, എല്ലാ വീട്ടമ്മമാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ പാത്രമൊക്കെ ഞാൻ മോറി വെച്ചു. ഇനി മക്കൾക്ക് സ്കൂൾക്ക് കൂട്ടാൻ കൊണ്ടുപോകണം. അതേമാതിരി അവർക്ക് പാത്രവും ഇതൊക്കെ വെള്ളവും ഒക്കെ എടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ എന്താട്ടി പപ്പടം പൊരിച്ചാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ മദ്രസക്ക് പോയപ്പോൾ ചോദിച്ചിനി പപ്പടം മതിയോ എന്ന് ചോദിച്ചിനി. അപ്പോൾ അവർ പറഞ്ഞു ആ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പപ്പടം പൊരിച്ചാന്നാണ് കരുതിയത്. അപ്പോൾ പപ്പടം കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ അയക്കണം കേട്ടോ, ഒരു മാസത്തോളം അയക്കണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഈ പപ്പടം പൊള്ളക്കാത്തത്. പയക്കായി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, പപ്പടം പൊള്ളക്കാൻ ഭയങ്കര പ്രയാസം, ഇങ്ങനെ വെറുങ്ങലിച്ചുകൊണ്ടേക്കാരം. അപ്പോൾ ഞാൻ ഏതായാലും വേണ്ടില്ല, പപ്പടമല്ലേ, അപ്പം പിന്നെ വെറുങ്ങലിച്ചാലും ഒരു കുഴപ്പമില്ല, പൊട്ടിച്ചാൽ പൊട്ടൊക്കെ ചോദിച്ചുമല്ലോ, പൊള്ളക്കൂലെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ പപ്പടത്തിന്. അപ്പം ഇനി കുറച്ചും കൂടെ ഉള്ളൂ, കഴിഞ്ഞിക്കണ്, ഒരു 10-15 കൂടി ഉണ്ടാവും. പിന്നെ അങ്ങനെ ഞാൻ മക്കൾക്ക് കൂട്ടാനൊക്കെ ഞാൻ പാത്രത്തിലാക്കി ഓലെ ബാഗ് കൊണ്ടുവയ്ക്കണം. അപ്പം അങ്ങനെ സനു വന്ന് ഇവരൊക്കെ ചായയൊക്കെ കുടിച്ചും ഓനുള്ളത് കൊണ്ടുപോയി വെച്ചിക്കണം കേട്ടോ. പാത്രം ഒക്കെ ഞാൻ പറഞ്ഞ് പാത്രവും വെള്ളമൊക്കെ ബാഗ് കൊണ്ടുവയ്ക്കടാന്ന് പറഞ്ഞ് ഓൻ്റെതൊക്കെ ഓൻ കൊണ്ടുവച്ചിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരവും വൈകിട്ടോ ഓന് ഇതായപ്പോത്തിന്. അപ്പോൾ ഓൻ തന്നെ ഒക്കെ എടുത്ത് വെച്ചേക്കണം കേട്ടോ. പാത്രവും വെള്ളമൊക്കെ ഓൻ തന്നെ ഓൻ്റെ ബാഗ് കൊണ്ടുവച്ചു. പിന്നെ കൂട്ടാൻ ഞാൻ കൊടുത്തേക്കാണ്. പിന്നെ ഞാൻ ചോറ് വെക്കണത് ഇപ്പം ഇന്ന് അടുപ്പത്ത് വെക്കണില്ല, കജ്ജണില്ല കേട്ടോ, ആ പുകയത്തും ഇതിനും വെക്കാൻ വെച്ചാൽ. അപ്പോൾ ഞാൻ എന്താട്ടി കുക്കറിൽ ഞാൻ ചോറ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിനുള്ള അരി ഇട്ടുകൊണ്ട് ചോറ് വെക്കണം. പിന്നെ ഇതാക്കണം ഞാൻ ഗ്യാസുമ്പോൾ തന്നെയാണ് കേട്ടോ വെക്കണത്, അല്ലാതെ ഇപ്പം അടുപ്പത്ത് നിൽക്കാൻ കജ്ജണില്ല. അപ്പോൾ ഒന്ന് ശരിയായിട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുപ്പത്തേക്കൊക്കെ പോകാം. അങ്ങനെ നമ്മളെ ചോറൊക്കെ വന്ന് ഞാൻ ഓട്ടപ്പാത്രത്തേക്ക് ഊറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അതവിടെ കടന്ന് വന്നു, വെള്ളമൊക്കെ വാർന്ന് പോയിക്കോളും. അപ്പോൾ അതൊന്ന് മൂടി വെക്കാം. ഇനി അവിടെ കേട്ടോ. നമ്മൾ ഇന്നലെ കൊടുന്നീനല്ല കുറച്ച് പലവക ആസ്പത്രിയിൽ പോയി വന്നപ്പോൾ അത് ഞാൻ വെച്ചിട്ടില്ല ഇനി കേട്ടോ. അപ്പോൾ വെക്കാനൊന്നും തോന്നണില്ല ഇനി. അപ്പോൾ ഞാൻ എന്താട്ടി അതിപ്പോൾ ഇനി വെച്ചേക്കാം, നമുക്ക് വേണ്ടെങ്കിലും മക്കൾക്ക് തിന്നാലോ. അപ്പം ഞാൻ എന്താട്ടി ആ വലിയതൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പം അങ്ങനെ കാട്ടാന്ന് എഴുതിയിട്ടാണ്. അപ്പം പല വകയാണെങ്കിലും നല്ലതാണ് കേട്ടോ. ഇതിങ്ങനെ വറ്റിച്ച് കുരുമുളകൊക്കെ ഇട്ട് ഇതാക്കി എടുത്താൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉണ്ട്, അതൊക്കെ ചതക്കണ ഇഞ്ചി ഉരൽ കണ്ടങ്ങൾ കുത്തുരൽ. അപ്പോൾ ഞാനിത് എന്താട്ടെന്ന് ഒരു ഗ്ലാസ്സിലിട്ടിട്ട് നമ്മൾ വെട്ടത്തില്ലേ അതിൻ്റെ തല മാറി കണ്ടൊന്ന് കുത്തി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഉസാറായിട്ട് ചതഞ്ഞ് വരുന്നു കേട്ടോ നമ്മളെ ഉള്ളിയും ഇഞ്ചിയൊക്കെ. അപ്പം ഇനിയിപ്പോൾ ഞാൻ കാട്ടുന്നുണ്ട്, നിങ്ങൾ ആരും ഇപ്പോൾ ഇത് അനുകരിച്ചാൽ നിൽക്കണ്ട കേട്ടോ. എന്താ ചിലപ്പം മാപ്പിളാർ വന്ന് കണ്ട് പുറത്ത് കൂടെ കണ്ട് അടിയിട്ടുമ്പോഴേക്കാരം അറിയാം, പിന്നെ ഇഞ്ഞ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാക്കണം നല്ലോണം ചതക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിട്ട് ഞാൻ ചാച്ചു അമ്മിമ്മക്ക് ഉണ്ടാകാനും ഇല്ല, മിക്സിയിലിട്ട് ഇടാനും ഇല്ല അറിഞ്ഞില്ലേ എന്നാ മാതിരി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ, എങ്ങനെ ഒന്ന് ചതയോ ഇല്ലേ എന്നൊക്കെ നോക്കിയാണ്ട്. അപ്പോൾ ഏതായാലും നല്ല അടിപൊളിയായിട്ട് ചതഞ്ഞ് വന്നിക്കണം കേട്ടോ. ഇനി നമുക്ക് അത് നമ്മളെ ഇതിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളെ പലവക ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഈ പണിയൊക്കെ എടുക്കണ പിന്നെ നമുക്ക് തല ഒന്ന് പൊന്തിയപ്പോഴാണ് കേട്ടോ, അല്ലെങ്കിൽ നമുക്കിതൊന്നും എടുക്കാൻ തോന്നില്ല. അപ്പോൾ ഒക്കെ പിന്നെ ഗ്യാസുമ്മലല്ലേ, അടുപ്പത്ത് നിന്നാൽ പിന്നെ ഈ തലവേദന കൂടെ തന്നെ ഈ കാരം. അപ്പോൾ പിന്നെ അടുപ്പത്ത് നിൽക്കണ്ടല്ലോ, അപ്പോൾ കുക്കറിലാണ് വെച്ചാൽ അതവിടെ ആയിക്കോളുമല്ലോ. അങ്ങനെ ഒരു 4-5-6 വിസിലൊക്കെ വന്നാൽ നമുക്ക് പലവക വെന്ത് കിട്ടും കേട്ടോ.
പിന്നെ അത് തൂമിച്ചണം. അത്രയേ ഉള്ളൂ പണി. പിന്നെ പല വകയ്ക്ക് നമ്മൾ ഇറച്ചിയൊക്കെ വെക്കണ മാതിരി തന്നെ മുളകും മഞ്ഞളും ഉപ്പും പെരുംജീരകം ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരുള്ളിയും ചതച്ചതും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അതൊക്കെ തന്നെയാണ് നമ്മൾ ഇറച്ചി വെക്കും പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ പല വകയും വെക്കണത്. അപ്പോൾ അതിക്ക് ലാസ്റ്റ് ഉണ്ടല്ലോ കുരുമുളക് കൂടി ഇട്ടാൽ നല്ല രസമാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ അത്. പിന്നെ ഞാനിതാക്കണ് ഒന്ന് നല്ലോണം ഒന്ന് കജ്ജോണ്ട് ഒന്ന് കുഴച്ചെടുക്കണുണ്ട് കേട്ടോ. ഇനി അതവിടെ കടന്ന് കുക്കറിൻ്റെ മൂടൊക്കെ അടച്ച് അതവിടെ കടന്ന് അങ്ങനെ വന്നോളും. അത് അതിൻ്റെ ഭാഗവും നിന്നോളും. നമ്മളെ പാട്ടിന് നടന്നാൽ മതി. പിന്നെ ഞാനൊരു തുള്ളി ഓയിൽ ഉറ്റിച്ച് കൊടുക്കണം കേട്ടോ, അത് തിളച്ച് പുറത്തേക്ക് പോകാതെക്കാനേ. അപ്പം അങ്ങനെ നമ്മൾ കുക്കറിലൊക്കെ ഇട്ടെടുത്തു. 5-6 വിസിലൊക്കെ വന്ന് നമ്മളെ പല വകയൊക്കെ വെന്തിക്കണം. ഒരു തുള്ളി വെള്ളം കൂടി ഉണ്ട്, അതൊന്നും നമുക്ക് തൂമിച്ചുമ്പോൾ വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അതിന് ഞാനൊരു ചെറിയൊരു വല്ലുള്ളി അരിഞ്ഞെടുത്തുക്കണം, അതിക്കൊരു തുള്ളി വെളിച്ചെണ്ണയും കൂടി പാർന്ന് കൊടുത്തുക്കണം കേട്ടോ. അപ്പോൾ അധികം നെജ്ജൊന്നും ഇല്ലാത്ത പല വകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കിട്ടിയേക്കണത് നമുക്ക്. അപ്പോൾ അല്ലെങ്കിൽ ചിലന്ന് നമുക്ക് ഒക്കെ എല്ലാം ഇക്കാരം അതേമാതിരി നെജ്ജ് ഇക്കാരം അതൊക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൽ മുണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നല്ല പല വക തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കരിവേപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് മുളകും പൊടി പാടെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് ഇളക്കിയിട്ട് നമ്മളെ പല വക ഇട്ട് കൊടുക്കണം. പിന്നെ തുള്ളി കുരുമുളകും പാടെ ഇതാക്കണം ഞാൻ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി അതും കൂടി ഒന്ന് വഴറ്റിയിട്ട് നമ്മളെ പല വക ഇട്ട് കൊടുക്കാം. അതോടുകൂടി നമ്മളെ പല വക വരട്ട് സെറ്റായിക്കണം കേട്ടോ. ഞാനൊരു തുള്ളി വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നല്ലോണം ഒന്നും വറ്റും വേണ്ട കേട്ടോ, കാരണം മക്കൾക്ക് ചോറ് കൊടുക്കുമ്പം ഇത് ഉറ്റിച്ചാണ്ട് തന്നെ ചോറ് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കണം. വേറൊരു ചാറൊന്നും ഇപ്പം ഞാൻ ഉണ്ടാക്കണില്ല. പിന്നെ ഓർക്കിപ്പം ഇനി വേറെ ചാറ് ഉണ്ടാക്കിയാലോ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ കൂട്ടിയും കുഴച്ചൊക്കെ തിന്നുള്ളൂ കേട്ടോ. പിന്നെ വെറുതെ ഞാൻ ഉണ്ടാക്കണ്ടല്ലോ പിന്നെ വേണ്ട, അത് പിന്നെ വേറെ കാര്യം. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചാറുണ്ടാക്കും കേട്ടോ. അങ്ങനെ ഇതാക്കണ ഒരു തുള്ളി വെള്ളമുണ്ട്, അതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് മൂടി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിക്കണ്. ഇനി നമുക്ക് നമ്മളെ ഗ്യാസാണ്ട് ഓഫാക്കിക്കാണ്ട് അതവിടെ മൂടി വെക്കാം. പിന്നെ ഈ പലവകൾക്ക് വേറെ ഇതുണ്ട്, തണുത്ത ഒരു രസം ഉണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ചൂടാക്കണം. പിന്നെ ഞാൻ കരുതി പിന്നെ ചോറൊന്നും തിന്നാൻ തോന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ തുള്ളി കഞ്ഞിയാട്ടോ കുടിച്ചിരിക്കുന്നത്. അതേമാതിരി പല വകയൊന്നും മാണ്ട തന്നെ കേട്ടോ. എന്താ അറിയില്ല, അത് അല്ലെങ്കിൽ ഞാൻ പല വകയൊക്കെ തിന്നണതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു എന്തൊക്കെയോ ഒരു ഇത് സുഖമില്ലായിട്ടേക്ക് അറിയാം. നമുക്ക് സുഖമില്ലാഞ്ഞാലും ഒന്നും തിന്നാനും ഇതിനൊന്നും തോന്നൂലല്ലോ. അപ്പോൾ ഞാൻ കഞ്ഞിയാട്ടോ കുടിച്ചിരുന്നത്. അപ്പം ഞാനൊരു തുള്ളി വറ്റു ഇട്ടിക്കണ്, കുറച്ച് തോനെ കഞ്ഞിൻ്റെ വെള്ളവും പാർന്നിക്കണം കേട്ടോ. ഇത് നല്ലൊരു ചൂടിൽ കുടിച്ചാൽ നല്ലൊരു സുഖമാണ് കേട്ടോ. നമുക്ക് ഈ പനിച്ചുമ്പോണ്ടല്ലോ കഞ്ഞിയാണ് നല്ലത്, ചോറിൻ്റെലേറെ എത്രയോ നല്ലതാണ് കഞ്ഞി. അപ്പോൾ അങ്ങനെ ഞാൻ തുള്ളി ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഞാൻ കഞ്ഞിയൊക്കെ കൂട്ടേണ്ടത് സമ്മന്തിയാണ് കേട്ടോ. ഉള്ളി മുളകും പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും പാടെ ഒറ്റിച്ച് കാണ്ടുള്ളൊരു സമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതാക്കൾ ഞാൻ കഞ്ഞി കുടിച്ചാണ്. ഇതും കൂട്ടി കഞ്ഞി കുടിച്ചാൽ പള്ള നിറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് പല വകയൊന്നും നമുക്ക് ആവശ്യമല്ല മക്കളെ, പറ്റണില്ല. ഇനിയിപ്പോൾ അതിനെയൊക്കെ മാറിയിട്ടൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തിന്നല്ല. അപ്പം പള്ളക്ക് കോളുണ്ട്, അതേമാതിരി തൊള്ളക്ക് കോളില്ല അറിഞ്ഞ മാതിരി ആണിപ്പം. അങ്ങനെ നമ്മൾ കഞ്ഞിടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഉച്ചക്കില്ല ഗുളി കുടിച്ചാനും വയ്ക്കണം കേട്ടോ. അപ്പോൾ പനിക്ക് തലവേദനക്ക് കുറവില്ലാത്തതുകൊണ്ട് ഞാൻ എന്താട്ടിന്നറിയാം, പാരസിറ്റാമോൾ 1.5 കൊണ്ടാണ് കുടിച്ചിരിക്കണത്. അപ്പോഴാണ് പിന്നെ കുറച്ച് റാത്തായത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നേരത്തെ ഞാൻ പറഞ്ഞിരിക്കണോ അല്ലേന്നില്ല ഇപ്പം ഓർമ്മയല്ല, എന്നാലും ഇപ്പം ഞാൻ പറയാം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ എന്താട്ടി തലവേദന ഒന്ന് മാറാനും വേണ്ടി കുറച്ച് തൂക്കിൽ വെള്ളമാക്കി ചൂടാക്കിയിട്ട് ഞാനൊന്ന് ആവി ഓടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടായി.